നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. സുതാര്യവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ഒരുക്കങ്ങളും സ്വീകരിച്ചു വരുന്നു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്നും കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. ഏപ്രിൽ 9 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ല സജ്ജമാണെന്നും ജില്ലയിൽ ആകെ 25,23,810 വോട്ടർമാരുണ്ടെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ ഏപ്രിൽ 9 വ്യാഴം രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പിനുള്ള സമയം. നിലവിൽ ഉള്ള വോട്ടർ പട്ടികയിൽ ഇപ്പോൾ നമുക്ക് 25,23,810 വോട്ടർമാരാണുള്ളത്. അതിൽ 12,99,911 സ്ത്രീകളും 12,23,852 പുരുഷന്മാരും 19 ട്രാൻസ്ജെൻഡറുമാണ് ഉൾപ്പെടുന്നത്. ശതമാനം നോക്കിയാൽ 51.5% സ്ത്രീകളും 48.49% പുരുഷന്മാരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ ആകെ 2,839 പോളിംഗ് സ്റ്റേഷനുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിന്റെ നിയോജക മണ്ഡലം തിരിച്ചുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് PDF ആയിട്ട് തരാം. 12,99,911 സ്ത്രീകളും 12,23,852 പുരുഷന്മാരും 19 ട്രാൻസ്ജെൻഡർമാരുമാണ് വോട്ടർ പട്ടികയിലുള്ളത്. സ്ത്രീകൾ 51.5%, പുരുഷന്മാർ 48.49% എന്നതാണ് ശതമാനക്കണക്ക്. ജില്ലയിൽ ആകെ 2,839 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ പൊതുനിരീക്ഷകർ, ചെലവു നിരീക്ഷകർ, പോലീസ് നിരീക്ഷകൻ എന്നിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയോഗിച്ചിട്ടുണ്ട്. ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏപ്രിൽ 8 രാവിലെ 8 മുതൽ ജില്ലയിലെ നിശ്ചയിച്ചിട്ടുള്ള വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. പോളിംഗ് കഴിഞ്ഞ് വോട്ടിംഗ് യന്ത്രങ്ങൾ പെട്ടിയിലാക്കുന്നതുവരെയുള്ള പോളിംഗ് ബൂത്തുകളിലെ നടപടികൾ കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിലൂടെ തത്സമയം വീക്ഷിക്കും. വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന 26 ബൂത്തുകൾ ജില്ലയിൽ ഉണ്ടായിരിക്കും. ഏപ്രിൽ 7 വൈകിട്ട് 6 പരസ്യ പ്രചാരണം അവസാനിക്കും. വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുൻപ് മുതൽ മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് മുതൽ മദ്യനിരോധനം ഏർപ്പെടുത്തും. ഏപ്രിൽ 7 വൈകിട്ട് 6 മുതൽ ഏപ്രിൽ 9 വൈകിട്ട് 6 വരെ ആയിരിക്കും ഡ്രൈ ഡേ ഉണ്ടാവുക. പിന്നെ വോട്ടെടുപ്പ് ദിവസത്തെ പെരുമാറ്റച്ചട്ടവും ഇപ്പോഴത്തെ പെരുമാറ്റച്ചട്ടങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് അറിയിക്കുന്നതാണ്. ഇന്ന് രാവിലെ 11 മുതൽ നമ്മൾ നോമിനേഷൻ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ RO ARO ഓഫീസുകളിലും നമ്മൾ നോമിനേഷൻ സ്വീകരിക്കുന്നുണ്ട്. അതായത് 13 നിയോജക മണ്ഡലങ്ങളിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും 2 സ്ഥലത്ത് നോമിനേഷൻ സ്വീകരിക്കുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ.